നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗം. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. യൂണിറ്റ് 3 വിസ്തൃത ലോകവിധാനത്തിൽ. മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ APJ അബ്ദുൽ കലാം. വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. APJ അബ്ദുൽ കലാമിൻ്റെ പ്രഭാഷണത്തിൽ നിന്നാണ് പ്രവേശകം എടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വികസനത്തിന് വേണ്ടുന്ന ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ? സുസ്ഥിര വികസന പാതയിൽ 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ വർധനവ്, സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണം, പാരിസ്ഥിതികമായ സന്തുലനം, സാമൂഹികമായ സ്വസ്ഥത. ഈ 4 ഒരു വികസനത്തിന് വേണ്ടത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, പരിസ്ഥിതിയെ നിലനിർത്തുക, ആവശ്യത്തിന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നിവയാണ് ഉൽപ്പാദന വർധനവിൻ്റെ മുഖ്യ ആശയങ്ങൾ. വർദ്ധിക്കുന്ന സമ്പത്ത് പൊതുമേഖലയിൽ സമൂഹത്തിൽ അതായത് നീതിപൂർവമായി വിതരണം ചെയ്യുകയും വേണം. പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസം, പൊതുവായ ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം. പ്രകൃതി നിലനിൽക്കുന്നത് സന്തുലനത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രകൃതിയിലെ ഓരോ ഇടപെടലും സന്തുലനം നിലനിർത്തുന്നതാകണം എന്നതാണ് തത്വം. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പല പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതോടെ തീരും. മതനിരപേക്ഷതയുടെ പരിസരത്താണ് വികസനം ഉണ്ടാകേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയാം. ഒരു ആവാസ വ്യവസ്ഥയിലെ മുഴുവൻ ജനങ്ങളുടെയും, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പടിപടിയായി പരിഹാരം കാണുന്ന സാമൂഹിക പ്രക്രിയയാണ് വികസനം എന്ന് വന്നാൽ അവിടെ സാമൂഹിക സ്വസ്ഥതയും ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെ വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ ചിട്ടപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് കഥാകൃത്തിനെ പരിചയപ്പെടാം. ടി പത്മനാഭൻ. ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ. 1931 കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലാണ് അദ്ദേഹം ജനിച്ചത്. സത്യം, സ്നേഹം, ദയ, സഹാനുഭൂതി, ത്യാഗം, സമത്വം, മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും കഥകളുടെ തർജ്ജമകൾ വന്നിട്ടുണ്ട്. പ്രധാന കൃതികൾ: കഥാസമാഹാരങ്ങൾ, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ഒരു കഥാകൃത്ത് കുരിശിൽ, മഖൻ സിംഗിൻ്റെ മരണം, ടി പത്മനാഭൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ, സാക്ഷി, ശേഖൂട്ടി, ഹാരിസൺ സായ്വിൻ്റെ നായ, വീട് നഷ്ടപ്പെട്ട കുട്ടി, അശ്വതി, മരയ, പെരുമഴ പോലെ, കാലഭൈരവൻ. ഈ കൃതിക്ക് സാഹിത്യ പരിഷത്ത് അവാർഡ് ലഭിക്കുകയുണ്ടായി. കത്തുന്ന ഒരു രഥചക്രം, നളിനകാന്തി, ഗൗരി, കടൽ, പത്മനാഭൻ്റെ കഥകൾ, പള്ളിക്കുന്ന്, ഖലീഫ ഉമറിൻ്റെ പിന്മുറക്കാർ. ഇനി ഓർമ്മക്കുറിപ്പുകളാണ്. കഥകൾക്കിടയിൽ, യാത്രക്കിടയിൽ. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ: മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാരം, ലളിതാംബിക അന്തർജന പുരസ്കാരം, ONV സ്മാരക പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഗൗരി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു. എന്നാൽ ഈ പുരസ്കാരങ്ങൾ അവാർഡ് സംവിധാനത്തോടുള്ള എതിർപ്പ് മൂലം അദ്ദേഹം നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കടൽ എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. അതും അദ്ദേഹം നിരസിക്കുകയുണ്ടായി. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. വെളിച്ചത്താൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഭൂമിയിലെ തണലുകൾ. ഇലകൾ കാറ്റായി തഴുകുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും അതിൻ്റെ സൂക്ഷ്മമായ ഇടപെടലുകളും വിവരിക്കുന്ന കാവ്യാത്മകമായ ഒരു ചിത്രമാണിത്. സൂര്യപ്രകാശം ഇലകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ
ഭൂമിയിൽ രൂപപ്പെടുന്ന തണലുകൾ പ്രകൃതി വരച്ച ചിത്രങ്ങൾ പോലെയാണ്. ഇത് പ്രകൃതിയുടെ കലാപരമായ സൗന്ദര്യത്തെയും വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള സന്തുലനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. പ്രകൃതിയുടെ സ്വാഭാവിക പ്രക്രിയകൾ ഒരു ചിത്രകാരൻ്റെ കൈവേല പോലെ ലളിതവും എന്നാൽ അതിമനോഹരവുമായ രൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇലകൾ കാറ്റായി തഴുകുന്നു എന്ന വാക്യത്തിൽ ഇലകളും കാറ്റും തമ്മിലുള്ള മൃദുവായ സ്പർശനത്തെ സൂചിപ്പിക്കുന്നു. ഇലകൾ കാറ്റിൻ്റെ തലോടലിൽ ചലിക്കുന്നു. അത് പ്രകൃതിയുടെ ലാളനയും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്നു, ഐക്യവും ശാന്തതയും സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് കഥ വായിക്കാം. മണ്ണും മനുഷ്യനും. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. പതിവ് പോലെ എൻ്റെ മടിയിൽ പഴയ ഒരു കവിതാ പുസ്തകമുണ്ടായിരുന്നു. പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശീലത്തിന് അതെടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വായിച്ചു വായിച്ച് എല്ലാം മനഃപ്പാഠമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി. അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വീണ്ടും വീണ്ടും എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പൂക്കുന്നിതാമുല്ല, പൂക്കുന്ന ശോകം, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്നിലഞ്ഞി. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു. എങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു. കഥയുടെ തുടക്കത്തിൽ തന്നെ പ്രകൃതി ഭംഗി വിവരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പും വാരി വിതറുന്നതുപോലെ അല്ലെ, ആ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്ന കഥാകൃത്തിനെ അല്ലെങ്കിൽ കഥാനായകനെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഒരു ശീലത്തിന് ആ പുസ്തകം എടുത്തു എന്നേ ഉള്ളൂ. അത് തുറന്ന് വായിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിയുടെ പുസ്തകമാണത്. അതിലെ വരികളെല്ലാം മനഃപ്പാഠവുമാണ്. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, പൂക്കുന്നിതാമുല്ല, പൂക്കുന്ന ശോകം എന്നീ വരികൾ നമ്മുടെ ആധുനിക കവിത്രയത്തിലെ കുമാരനാശാൻ എഴുതിയ കവിതയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി കുമാരനാശാനാണ് എന്നിവിടെ സൂചനയുണ്ട്. അങ്ങനെ പൂർണ്ണമായും അന്തിവെളിച്ചം മറയാൻ പോവുകയാണ്. പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും പൂക്കളും അദ്ദേഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ്. ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. കുണ്ടും കുഴിയുമൊന്നുമില്ലാതെ സമനിരപ്പായ സ്ഥലം. ഇഹമേ നിഭൃത പ്രശാന്തം, ഈ ഉലകാഹന്ത നിസർഗസുന്ദരം. ഇവിടുത്തെ വലിയൊരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ. ഭൂമി വിറ്റു ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല. വലിയ കാശും വാങ്ങിയില്ല. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ. മെയിൻ റോഡിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല. തികച്ചും ശാന്തം. ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. എനിക്കു ശേഷം വേറെയും ആൾക്കാർ വന്നു. ചെറുതും വലുതുമായ വീടുകൾ ഇവിടെ പൊന്തി. പക്ഷേ എന്നെ ഏറ്റവും അമ്പരിപ്പിച്ചത് എൻ്റെ അയൽപ്പക്കത്തെ വീടായിരുന്നു. ഇഹമേ നിഭൃത പ്രശാന്തം. ഇഹം ലോകം. നിഭൃതം എന്നാൽ നിശബ്ദമായി, രഹസ്യമായി എന്നൊക്കെയാണ് അർത്ഥം. പ്രശാന്തമാണ്. ഈ ലോകം പ്രശാന്തമാണ്. ഈ ലോകം നിശബ്ദമാണ്, പ്രശാന്തമാണ്. ഈ ഉലകാഹന്ത നിസർഗ സുന്ദരം എന്നും പറയുന്നു. നിസർഗം എന്നാൽ ജന്മനായുള്ളത്, സ്വാഭാവികമാണ്. ഈ ലോകം നിശബ്ദമാണ്, പ്രശാന്തമാണ്, സുന്ദരമാർന്നതാണ് ജന്മനാൽ തന്നെ. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായ ഒരു ഇടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കണ്ടെത്തിയ സ്ഥലം, അതായത് ഏറ്റവും തിരക്ക് പിടിച്ച നഗരത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വദിക്കുന്നത് ഏറ്റവും പ്രശാന്തമായൊരു സ്ഥലത്താണ് എന്നാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. അദ്ദേഹത്തിന് തൃപ്തിയായി എന്ന് പറയുന്നു. കുണ്ടും കുഴിയുമൊന്നുമില്ലാതെ സമനിരപ്പായ സ്ഥലം. വൻ നഗരത്തിലെ ജോലിയിൽ നിന്ന് വിരമിച്ച കഥാകൃത്തിന് ഉൾനാട്ടിലുള്ള ഈ സ്ഥലവും വീടും വാങ്ങാൻ പ്രേരിപ്പിച്ചത് ശാന്തതയും പ്രകൃതി ഭംഗിയുമാണ്.
പ്രകൃതിയോട് ഇണങ്ങിയും കാഴ്ചകൾ ആസ്വദിച്ചും ശുഭചിന്തകളും പ്രതീക്ഷകളും വെച്ച് പുലർത്തിയും തൻ്റെ സ്വപ്നഭൂമിയിൽ അദ്ദേഹം സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനാണ്. അതിനുശേഷവും അവിടെ ആൾക്കാർ വരികയുണ്ടായി. ചെറുതും വലുതുമായ പല വീടുകളും അവർ അവിടെ വെച്ചു. പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത് തൻ്റെ അയൽപ്പക്കത്തെ വീടായിരുന്നു. അതൊരു വീടായിരുന്നില്ല, വലിയൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. വീട് വയ്ക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയുമായിരുന്നില്ല. ആകെ അറിഞ്ഞത് ഇത്ര മാത്രമായിരുന്നു: അകലെ എവിടെയോ ഉള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി. ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. പേര് ഒരു KU നായർ. അത് ഉണ്ണികൃഷ്ണനാകാം, ഉമാനാഥനാകാം, ഉണ്ണീരിക്കുട്ടിയാകാം. തിട്ടമായി ആർക്കും അറിയില്ല. അദ്ദേഹം വീട് വച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിതു കൊടുത്തതുപോലെ ഭൂതത്തിന് ഒരു രാവ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വ്യത്യാസമുണ്ട്. പിന്നെ ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, ജോലിക്കാർ, യന്ത്രങ്ങൾ. എന്തൊരു ഘോഷമായിരുന്നു! എന്നിട്ട് ഇങ്ങനെ ഒരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം? 1-2 ആഴ്ചകൾ. അമേരിക്കയിലെ മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അവർക്കും അവിടെ അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ. എങ്കിലും വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല. ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വന്നു. തൻ്റെ അയൽപ്പക്കത്തെ വീടിനെ കുറിച്ചാണ് ഇവിടെ കഥാനായകൻ അത്ഭുതപ്പെടുന്നത്. വളരെ വലിയൊരു വീടാണ്, ബംഗ്ലാവ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അത്രയും വലിയ വീട്. അപ്പോൾ ഏറ്റവും ലളിതമായി ജീവിക്കുന്ന ഈ കഥാനായകന് സ്വാഭാവികമായിട്ടും മനസ്സിൽ തോന്നിയത് എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ ആളുകൾ പണിയുന്നത് എന്നാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച്, തൻ്റെ അയൽക്കാരനെക്കുറിച്ച് ആർക്കും അധികമൊന്നും അറിയില്ല. ദൂരെ എവിടെയുള്ള ആളാണ്. ഒരുപാട് കാലം ഗൾഫിൽ ആയിരുന്നു. അവിടെ നിന്ന് ഒരുപാട് കാശ് സമ്പാദിച്ചു. ഇപ്പോൾ പല രാജ്യങ്ങളിലായിട്ട് ബിസിനസ്സുണ്ട്. മക്കളൊക്കെ അമേരിക്കയിലാണ്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. പേര് KU നായർ എന്ന് മാത്രമാണ് അറിയുന്നത്. മുഴുവൻ പേര് അറിയുകയുമില്ല. പിന്നീട് വീണ്ടും അദ്ദേഹം വീടിനെക്കുറിച്ചാണ് പറയുന്നത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം പണിതു കൊടുത്ത മാളിക ഒറ്റ ദിവസം കൊണ്ടാണ് പണിതത്. ഇവിടെ ഏതാനും ആഴ്ചകളെ വേണ്ടി വന്നുള്ളൂ. സാധാരണ വീടൊക്കെ പണിയുമ്പോൾ വർഷങ്ങളോളം ചിലപ്പോൾ നീണ്ടു പോകാം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുസരിച്ച് അത് വീണ്ടും വീണ്ടും നീണ്ടൊക്കെ പോകാം. പക്ഷേ ഇവിടെ ധാരാളം സമ്പത്തുള്ള ആളാണ്. അതുകൊണ്ട് പണിയെടുക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആഴ്ചകൾ കൊണ്ട് തന്നെ വീട് ഗംഭീരമായി പണി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. തിട്ടമായി ആർക്കും അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച്. തിട്ടമായി എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇന്ന കാര്യങ്ങളാണ് എന്ന് അറിയില്ല. സാധാരണ ഒരു ഗ്രാമപ്രദേശത്തിലെ അയൽക്കാർ തമ്മിൽ വളരെ നല്ല അടുപ്പമായിരിക്കാം. പക്ഷേ ഇവിടെ അദ്ദേഹം വരുന്നത് തന്നെ വർഷത്തിൽ 1-2 ആഴ്ചകൾ ഇരിക്കാനാണ്. അപ്പോൾ കാണുന്നതും വളരെ കുറവാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെ ഒരിക്കലും അവിടെ കണ്ടതായിട്ട് ആരും ഓർക്കുന്നില്ല. ആ ഗ്രാമത്തിലെ ആരും ഓർക്കുന്നില്ല. ഇദ്ദേഹം വരുമ്പോഴന്നെ ഈ നഗരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പാചകം ചെയ്യാൻ മുന്തിയ ഒരു ഹോട്ടലിലെ ബട്ട്ലർ എന്ന് വെച്ചാൽ പാചകക്കാരനും വരുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം ഇല്ലാത്തപ്പോഴൊക്കെ ആ വീട് സംരക്ഷിക്കാനായിട്ട് എപ്പോഴും ഒരു കെയർ ടേക്കറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട് ഒരിക്കലും അടച്ചിടുന്ന പതിവ് ഉണ്ടായിരുന്നില്ല. ഒരു വീടിൻ്റെ ഭംഗിയും വലിപ്പവും ഒരാളുടെ സാമൂഹിക നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള മാർഗമായും വ്യക്തിത്വത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും പ്രതീകമായും ചിലർ കരുതുന്നു. വീടിൻ്റെ ഡിസൈനും അലങ്കാരവും അവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങളുടെയും വീട്ടുടമയുടെ അഭിരുചി, ജീവിത ദർശനം അല്ലെങ്കിൽ സാംസ്കാരിക നിലപാട് എന്നിവയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. സ്വന്തം വീട് എന്നത് മനുഷ്യനിൽ നിലകൊള്ളുന്ന സുരക്ഷ മാത്രമല്ല, ഞാനൊരു സ്ഥിതിയിലെത്തി എന്ന അഭിമാന ബോധവും നൽകുന്നു. സമൂഹത്തിൽ പലരും വീടുകളെ താരതമ്യം ചെയ്യുകയും അതിലൂടെ ഒരാളുടെ സ്റ്റാറ്റസ് വിലയിരുത്തുകയും ചെയ്യുന്ന തെറ്റായ പ്രവണതയും നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പാർപ്പിടം അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം, അതായത് മുമ്പ് കാലത്തൊക്കെ വീടുകൾ പണിതിരുന്നത് ചൂടിൽ നിന്നും മഴയിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാനാണ്. എന്നാൽ ആ പ്രാഥമിക ലക്ഷ്യങ്ങൾക്കപ്പുറം ഇന്ന് വീട് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അന്തസ്സിൻ്റെയോ സ്റ്റാറ്റസിൻ്റെയോ ഒക്കെ ചിഹ്നമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. മഞ്ഞു വീഴാൻ തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുകോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാപട്ല അരിയുണ്ട്. മിനിറ്റുകൾ കൊണ്ട് അരി വെന്ത് ഒന്നാം തരം ചോറാകും. പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു തന്ന ഒന്നാം തരം കടുമാങ്ങ. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുക കൂടി ചെയ്തു. ഡിന്നർ റെഡി. ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടലുമില്ലായിരുന്നു. അതുകൊണ്ട് സുഖനിദ്ര. ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെ. പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം നടക്കാൻ പോയി. എന്നും എന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത്. മണ്ണും പൊടിയും ചളിയുമൊക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ. സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം ബംഗ്ലാവിൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുന്നു. ഞാൻ നേരെ നോക്കി. അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണുണ്ടായത്. അദ്ദേഹം പഴയ ആളെ ആയിരുന്നില്ല. പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി ഒരു പ്രേതത്തെ പോലെ. ഒരിക്കലും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ. ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും തന്നെ എന്തുമാത്രം ഊർജ്ജസ്വലനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന്. സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആരുമായും അടുത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ. എന്നാലും എന്നോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തോ എന്നോട് ഒരു മമതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ ബലത്തിന്മേലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതും. ഉദാഹരണത്തിന്, അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വയ്ക്കേണ്ടതിനായിരുന്നു. ഇത് ആവശ്യം തന്നെ. പിന്നീട് ബംഗ്ലാവിൻ്റെ മുൻപിലെ മരങ്ങളൊഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇൻ്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു. എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറങ്ങളിലുമുള്ള ടൈൽസ് മാത്രം. ഏറെ കാശ് ചെലവാക്കിയിട്ടുണ്ടാകുമെന്ന് തീർച്ച. പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസൊക്കെ കിളച്ചു മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു. കണ്ടവരൊക്കെ അന്തം വിട്ടു നിന്നുവെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകത്തില്ലല്ലോ. വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടാൾക്കാരെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അരിയിൽ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഒരലട്ടലുമില്ലാതെ സുഖമായി ഉറങ്ങുന്ന കഥാനായകൻ, കൃത്യമായ നിഷ്ഠയൊക്കെ ജീവിതത്തിൽ കൃത്യമായ ഒരു ക്രമവും നിഷ്ഠയൊക്കെ ഉള്ള ആളാണ് ഈ കഥാനായകൻ എന്ന് മനസ്സിലാക്കാം. അതേസമയം പണക്കാരനായ അയൽക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. നടത്തം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു. പക്ഷേ പണ്ടത്തെ ആ ഊർജ്ജസ്വലതയും പ്രസരിപ്പും ഒന്നും അയാളിൽ കാണുന്നില്ല. വളരെ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് അവശനായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചെന്ന് സംസാരിക്കണമെന്ന് കഥാനായകന് തോന്നുകയാണ്. പലരുമായിട്ടും അദ്ദേഹം വലിയ അടുപ്പത്തിലൊന്നുമല്ല. എങ്കിലും ഈ കഥാനായകനോട് അല്പം മമത, സ്നേഹം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും ഈ പണക്കാരനായ അയൽവാസിക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് പോലും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു, അടുപ്പം കൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത്, അദ്ദേഹം വീട് പണിത സമയത്ത് കുറേ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിരുന്നു. അത് പിന്നെ വീട് വെക്കേണ്ടതിൻ്റെ, ആ ബംഗ്ലാവ് പണിയേണ്ടതിൻ്റെ ആവശ്യത്തിനായിരിക്കാം എന്ന് കരുതാം. പക്ഷേ പിന്നീട് ഉമ്മറത്തുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി അദ്ദേഹം അവിടെ ടൈൽസ് വിരിച്ചു. ഒരു തരി മണ്ണ് പോലും കാണാത്ത രീതിയിൽ ടൈൽസ് വിരിച്ചു. പക്ഷേ ആ ടൈൽസ് അധികകാലം നിന്നില്ല. അദ്ദേഹം അവിടെയൊക്കെ വില കൂടിയ മാർബിൾ ഇട്ടു. പലരും അത്ഭുതപ്പെട്ടു. കാരണം ടൈൽസ് വിരിക്കാൻ തന്നെ നല്ലൊരു കാശായിട്ടുണ്ടാകും.
അതിന് അന്തസ്സിന് പോരാ എന്ന് കരുതിയിട്ടാവാം അദ്ദേഹം മാർബിൾ ഇട്ടത്. ഏതായാലും തൃപ്തിയായി. അതിട്ടപ്പോഴാണ് ഒന്ന് തൃപ്തിയായത്. തൻ്റെ വീട്ടിലേക്ക് വരുന്നവരുടെ കാലിൽ മണ്ണ് പറ്റരുത് എന്നുള്ള ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. ടൈൽസ് ഇട്ട മുറ്റങ്ങൾ മലയാളികളുടെ പരിഷ്കാരത്തിൻ്റെ അടയാളമായി മാറുന്ന കാലമാണിത്. മുറ്റങ്ങൾക്ക് അതിരിട്ട് തണൽ വിരിച്ചു നിന്നിരുന്ന മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ കോൺക്രീറ്റ് മുറ്റങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റപ്പെടുന്നു. സുഖസൗകര്യത്തിനും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടിയുള്ള പ്രകൃതി സൗഹാർദ്ദപരമല്ലാത്ത ഇടപെടലുകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും വീടിന് ചുറ്റും കോൺക്രീറ്റോ ടൈൽസോ ഒക്കെ ഇടുന്നത്. മഴ പെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാതെ പോകുന്നതും നമുക്ക് വേണ്ട രീതിയിലുള്ള കിണറ്റിലൊന്നും വെള്ളം ആവശ്യ സമയത്ത് നിറയാതിരിക്കുന്നതിനൊക്കെ കാരണം ഇത് തന്നെയാണ്. മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങണമെങ്കിൽ മണ്ണ് തന്നെ വേണം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ടൈൽസ് ഇടുന്നത് കൊണ്ട് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല എന്നു മാത്രമല്ല, വേനൽക്കാലത്ത് ഈ വെയിലടിച്ച് ടൈൽസിൽ നിന്നുള്ള ചൂട് അകത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്കോ ഇണങ്ങുന്ന ഒന്നല്ല മുറ്റം മുഴുവൻ ഇങ്ങനെ ടൈൽസ് ഇടുക എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അതൊരു ഫാഷനോ അന്തസ്സോ ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത്, മുഷിയരുത്, പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. നിങ്ങൾ ലോകം കണ്ട ആളാണ്, വിവരമുള്ള ആളുമാണ്. മുഷിയരുത്, എന്നോട് ദേഷ്യം തോന്നരുത് എന്നാണ് അർത്ഥം. മുഷിയരുത്, വിഷമിക്കരുത്. അദ്ദേഹം ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, ഈ മരങ്ങൾ അതവിടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട വേണ്ട. പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല. എങ്കിലും അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. വീട്ടിലെ കാർ ഷെഡിന് സമീപത്തെ കൂറ്റൻ പൊൻചെമ്പകം. പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ച് ഏറെ പ്രൗഢിയോടെ അത് അവിടെ നിന്നു. സീസണായാൽ അത് മുഴുവൻ പൊൻനിറമുള്ള പൂക്കളായിരുന്നു. മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം അത് അവിടം മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു. എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല. ആ മരമാണ് ഒരു ദിവസം മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും അറുത്തിട്ടിരിക്കുന്നു. കുറേ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു. എൻ്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ വല്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം തെല്ലു ജാള്യതയോടെ പറഞ്ഞു, ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചോദിച്ചുപോയി. ഇവിടെ താമസമാക്കിയതിൻ്റെ ആദ്യ നാളുകളിലൊന്നിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ അയൽക്കാരനോട് സംസാരിച്ചതിനെക്കുറിച്ചാണ് ഇവിടെ കഥാനായകൻ ഓർക്കുന്നത്. ആ വീട്ടുവളപ്പിലുണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ അദ്ദേഹം വെട്ടിമാറ്റി. പുറകിലുള്ള വലിയ മരങ്ങളും ആ തരത്തിൽ വെട്ടിമാറ്റിയപ്പോൾ എന്തിനാണ് ഈ മരങ്ങളൊക്കെ വെട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം എന്നും തനിക്ക് കാറ്റും വെളിച്ചവും വേണം എന്ന് മാത്രമല്ല, ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഇലകളൊക്കെ വീണ് മുറ്റമാകെ വൃത്തികേടാകുന്നു എന്നാണ്. എന്നിട്ടും ഒരു മരം ബാക്കി നിന്നു, പൊൻചെമ്പകം. അത് കഥാനായകന് ഏറെ ഇഷ്ടമുള്ള ഒരു മരമായിരുന്നു എന്ന് പറയുന്നു. അത് കാണാനുള്ള ഭംഗി മാത്രമല്ല, സീസൺ ആകുമ്പോൾ അത് പൂക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ മുഴുവൻ പരക്കുന്ന സ്വർഗീയമായ സുഗന്ധം അത് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നാണ്. അപ്പം പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കഥാനായകനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥാകൃത്ത് തന്നെയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലും അദ്ദേഹം എന്ത് ചെയ്തു, കാർ ഷെഡിനോടടുത്ത് നിൽക്കുന്ന ആ മരം ശിഖരം മാത്രം നിർത്തി, അതായത് തായ്തടി മാത്രം നിർത്തിയിട്ട് മറ്റുള്ള കൊമ്പുകളൊക്കെ വെട്ടിമുറിച്ചപ്പോൾ അദ്ദേഹം സ്തംഭിച്ചു നിന്നുപോയി. അതിനും അദ്ദേഹത്തിന് പറയാൻ കാരണമുണ്ടായിരുന്നു. അയൽക്കാരന് ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് സ്ഥലം മുഴുവൻ വൃത്തികേടാവുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കഥാനായകന്, എന്നാൽ പിന്നെ അത് അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന്. നിങ്ങളൊരു രാക്ഷസനാണോ? അതായത് ഒരു തരി സ്നേഹം പോലും പ്രകൃതിയോട് കാണിക്കാത്ത, ഒരു ചെടി പോലും നട്ടുപിടിപ്പിക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അത് അവിടെ നിന്നാൽ തൻ്റെ മുറ്റം വൃത്തികേടാകും എന്ന് പറയുന്ന
ഒട്ടും പ്രകൃതി സ്നേഹമില്ലാത്ത ആളെ കുറിച്ച് മനസ്സിൽ തോന്നിയതാണ് നിങ്ങളൊരു രാക്ഷസനാണോ എന്ന്. ഒരിക്കൽ അദ്ദേഹം ഈ കഥാനായകൻ്റെ വീട്ടിൽ വരികയുണ്ടായി. സ്വീകരണ മുറിയിലും കിടപ്പുമുറികളിലും ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലും പല മാതിരി പുസ്തകങ്ങൾ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ? ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങളൊരു പുസ്തകപ്രിയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയുമിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ. മടിയിലൊരു പുസ്തകവും ഉണ്ടാകും. എന്താണ് ഇത്ര ശ്രദ്ധിച്ച് പടിഞ്ഞാറോട്ട് തന്നെ നോക്കി? ഞാൻ പറഞ്ഞു, ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരങ്ങളെയോ? മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക? ക്ഷീണിതനായ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധം ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. കഥാനായകൻ ഇവിടെ ഓർക്കുകയാണ് തൻ്റെ വീട്ടിലേക്ക് അയൽക്കാരൻ വന്ന ആ ദിവസത്തെക്കുറിച്ച്. പുസ്തകങ്ങളൊക്കെ അട്ടിയായിട്ട് അടുക്കിയിരിക്കുന്നത് കണ്ട് നിങ്ങളൊരു ഇത്രയും പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഒരു പുസ്തകപ്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ കയ്യിലൊരു പുസ്തകവുമായിട്ട് ഇരിക്കുന്നത് അയൽക്കാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് ഇത്ര പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ്. ആ അസ്തമയ സൂര്യൻ്റെ ഇടയിലൂടെ മരങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന കഥാനായകനെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഈ അയൽക്കാരൻ ചോദിക്കുന്നു, മരങ്ങളെ എന്താണ് ഇത്ര കാണാനുള്ളത്? അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. മരങ്ങളെ എല്ലാം വെട്ടിമാറ്റുന്ന, അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും കാണാത്ത തരത്തിൽ ടൈൽസ് പാകുന്ന, അല്ലെങ്കിൽ ഇലകളോ ചില്ലകളോ ഒക്കെ വീണാൽ വീട് വൃത്തികേടാകും, വീടും പരിസരവും വൃത്തികേടാകും എന്ന് പറയുന്ന ഈ അയൽക്കാരനോട് അദ്ദേഹത്തിന് കഥാനായകന് പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ വന്ന് വളരെ ഭവ്യതയോടെ പറഞ്ഞത്, അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്. എപ്പോഴാണ് സൗകര്യപ്പെടുക? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം. ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപാടെ എൻ്റെ കൈ പിടിച്ച് സോഫയിലിരുത്തി. ക്ഷീണിതനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു. അല്പനേരം മൗനമായിരുന്നതിനു ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി. കുറേ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനുമല്ല ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു. എന്നിട്ടും നിങ്ങളുമായും വളരെ ഒന്നും അടുത്തിടപെട്ടിട്ടില്ല. എന്തോ എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ. വിദ്യാഭ്യാസവും കുറവാണ്. എങ്കിലും കഠിനാധ്വാനത്താൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി. കുറച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു. എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എൻ്റെ 2 മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവർ ഇവിടെ പഠിച്ചത് ലവ് ഡെയിലിയിലാണ്. പണത്തിൻ്റെ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയില്ല. ഇപ്പോൾ അവർ പഠിക്കുന്നത് ഒരുത്തൻ MITയിൽ, മറ്റവൻ ഹാർവേഡിലും. 2 ആളും പഠിക്കാൻ വളരെ മിടുക്കരുമാണ്. എനിക്കിവിടെ വേറെയും വീടുകളുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ്. വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. എൻ്റെ സ്വപ്നവും ഇതായിരുന്നു. ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല. ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, മോഹങ്ങൾ മാത്രം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. അല്പനേരത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു. ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിനി അങ്ങോട്ട് മടങ്ങേണ്ടുന്ന ഉദ്ദേശ്യമില്ല. ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട്. അച്ഛൻ ഇനി... അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. എനിക്ക് അത്ഭുതം തോന്നി. എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും. രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല.
അദ്ദേഹവുമായി നീണ്ട കാലത്തെ പരിചയമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഓർമ്മിക്കാനായി എനിക്ക് പലതും ഉണ്ടായിരുന്നു. ആ ഓർമ്മകളിലൂടെയൊക്കെ അയൽക്കാരനെ കാണാനായിട്ട് ഇവിടെ കഥാനായകൻ ചെല്ലുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ അയൽക്കാരൻ പറയുന്നത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റേത്. പിന്നെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും വലിയ ഈ നേട്ടങ്ങളൊക്കെ അദ്ദേഹം നേടിയെടുത്തത്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലും ബിസിനസ്സുണ്ട്, അതൊക്കെ നന്നായി നടക്കുന്നുണ്ട്. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുത്തു, നല്ല രീതിയിൽ അദ്ദേഹം കൊടുത്തിരുന്നു. അവരും നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അദ്ദേഹത്തിന് പല വീടുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം ഈ വീടാണ് എന്ന് പറയുന്നു. വയസ്സുകാലത്ത് മക്കളും അവരുടെ ഭാര്യമാരും പേരക്കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ കഴിയണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സ്വപ്നങ്ങൾ കാണാറില്ല, എനിക്ക് മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം നേടിയെടുക്കണമെന്നുള്ള മോഹം. ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം പലതും മറന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് അതിന് സംഭവിച്ചത്? മക്കൾക്കിപ്പോൾ അച്ഛൻ പണിത ആ വീടോ അല്ലെങ്കിൽ അച്ഛനെ അവരുടേതായ സംരക്ഷണ വലയത്തിനുള്ളിൽ നിർത്തണമെന്നോ ആഗ്രഹമില്ല എന്നുള്ളതാണ്. അവർ അവിടെ തന്നെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ആ പുറം രാജ്യത്തുകാരായി തന്നെ തുടരാൻ, വിദേശത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. അവിടെ ജോലി സാധ്യത ധാരാളമുണ്ട്, അതുകൊണ്ട് അവർ നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇച്ഛാഭംഗം തോന്നി. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങിക്കരയാൻ തുടങ്ങി. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് കഥാനായകന് അറിയുന്നില്ല. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇവിടെ ഈ അയൽക്കാരൻ തൻ്റെ വീടും പറമ്പും ഒക്കെ സുന്ദരമാക്കാൻ വേണ്ടി എല്ലാ വൃക്ഷങ്ങളെയും വെട്ടിക്കളയണം, അങ്ങനെ ഒട്ടും സൗന്ദര്യബോധമോ സമഭാവനയോ പ്രകൃതിയോട് ഇണക്കമോ ഇല്ലാത്ത ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ജീവിച്ചത് കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. തൻ്റെ മക്കൾക്കും പേരമക്കൾക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയുന്നതിന് വേണ്ടതിന് ഉള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹം അകന്നു പോയത് പ്രകൃതിയിൽ നിന്നും മറ്റ് മനുഷ്യരിൽ നിന്നുമാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വീട് എന്ന സങ്കല്പമാണ് ഇവിടെ കഥാകൃത്തിനുള്ളത്. ചുറ്റുപാടും പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ അയൽക്കാരൻ. അപ്പോൾ ഇവിടെ രണ്ട് മനുഷ്യരെ കാണാം. അതിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന കഥാനായകൻ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ആ ഒരു അന്തസംഘർഷങ്ങളെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളതാണ്. നേരെ മറിച്ച് പണത്തിന് പിന്നാലെ പാഞ്ഞു നടക്കുന്ന അയൽക്കാരൻ പ്രകൃതിയോട് അകന്നു പോകുന്നു, മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നു. എന്തൊക്കെ നേടിപ്പിടിച്ചിട്ടും എന്തെല്ലാം വെട്ടിപ്പിടിച്ചിട്ടും അദ്ദേഹത്തിന് ജീവിതാവസാനത്തിൽ എല്ലാവരുമായി ഒരുമിച്ച് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകണമെന്നുള്ള ആ ആഗ്രഹമാണ് ഇവിടെ നടക്കാതെ പോകുന്നത്. രാവിലത്തെ പതിവ് നടത്തവും കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത്. സാധാരണയായി എപ്പോഴും അത് അടച്ചിടാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ അവിടെ സംശയിച്ചു നിന്നപ്പോൾ കെയർ ടേക്കർ വന്നു. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തേ? രാത്രി അദ്ദേഹം പോയി. പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല. സാധാരണയായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും അറിയുമോ? ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു. എനിക്കും ഒന്നും അറിയുകയില്ലല്ലോ. കഥാനായകനോട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ആ നാട്ടിൽ അല്പമെങ്കിലും ഇഷ്ടം തോന്നിയിരുന്നത് ഈ കഥാനായകനോടാണ് എന്ന് അയൽക്കാരൻ പറയുന്നുണ്ട്. തൻ്റെ മനസ്സിലുള്ള വിഷമം മുഴുവൻ പങ്കുവെച്ചതിനു ശേഷം ആ രാത്രി അയാൾ എങ്ങോട്ടേക്കോ ഇറങ്ങിപ്പോകുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. പ്രകൃതിയോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയ രണ്ട് മനുഷ്യരുടെ കഥയാണിത് എന്ന് പറയാം. സ്വന്തം താല്പര്യത്തിനായി ചുറ്റുമുള്ളതിനെ എല്ലാം മറക്കുമ്പോൾ ഒടുവിൽ ആരും തനിക്കില്ലാതാകുന്ന അവസ്ഥ, അത് ഒരു സങ്കീർണമായ ഒരു മനുഷ്യ ജീവിതാവസ്ഥ തന്നെയാണ്. അതാണ് ഈ കഥയിലൂടെ തുറന്നു കാട്ടുന്നത്. പരിസ്ഥിതിയിൽ നിന്ന് അകലുന്ന മനുഷ്യൻ ആന്തരികമായും ശൂന്യമാകുന്നു എന്ന് വലിയൊരു ആശയം ഈ കഥയിൽ ഉണ്ട്. കഥ ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.